അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വേദിയിലിരിക്കുന്ന ആദരണീയനായ സലീം ഡോക്ടർ, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഒരു സമയം ദീനിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം, ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. പ്രത്യേകിച്ചും എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലൊരു ലീവ് കിട്ടിയ ദിവസം കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ചെയ്യുന്നൊരു ദിവസമായിരുന്നിട്ട് കൂടി ജീവിതത്തിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യസാക്ഷാത്കാരത്തിന് ഉപയോഗപ്രദമായ എന്തെങ്കിലും ഇവിടുന്ന് കിട്ടുമെന്ന ചിന്തയിലാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ആ ഒരു നല്ല മനസ്സ് അള്ളാഹു മരണം വരെയും നിലനിർത്തി തെരുമാറാകട്ടെ. ശരിക്കും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ഓട്ടത്തിലാണ്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരെക്കുറിച്ചും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു ജനിച്ച് ഒരു പ്യൂബേർട്ടി അഡോളസൻസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഒരു +2, 10ാം ക്ലാസ്, +2, പിന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് നമ്മൾ പഠിക്കുന്നു. പഠനം കഴിഞ്ഞ് ഒരു 25 വയസ്സ്, ഒരു 28 വയസ്സ് വരെ പഠനമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ജോലി അന്വേഷിക്കുകയാണ്. ജോലി അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ വിവാഹം വരുന്നു, കുടുംബമാകുന്നു. 25 വയസ്സ് വരെ നമ്മൾ പഠനത്തിന് വേണ്ടി ഓടിയാണ്, മെനക്കെട്ട് ഓടി. പിന്നെന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓടുന്നത് നമ്മുടെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മറന്നു പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, നമ്മൾ വിട്ടേച്ച് പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ. നിങ്ങൾ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സ്റ്റാറ്റസും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ വീടും ഇതൊക്കെയാണ്. ദുനിയാവിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നിട്ട് പറയാണ്, വല്ലാഖിറത്തു ഖൈറും വ അബ്ഖ. മനസ്സിലായിക്കൊള്ളി, എന്നൊന്നും നിലനിൽക്കുന്നത് ദുനിയാവല്ല. ദുനിയാവ് എപ്പോഴും അവസാനിക്കും. അപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു മരണം ഈ അടുത്ത് നടന്നു. ഈ ഹോസ്പിറ്റലിൽ നിന്നാണ് ആ കുട്ടി മരിച്ചത്. പ്രസവത്തിൽ മരിച്ചാണ്. ബ്ലീഡിങ് ആയിരുന്നു. യൂട്രസ് റിമൂവ് ചെയ്തു. ഒരു നിലക്കും ബ്ലീഡിങ് നിൽക്കണില്ല. ഞാൻ ആ വീട്ടിലേക്ക് ഈ മയ്യത്ത് കൊണ്ടുവരും. രാവിലെ 9 മണിക്കാണ് പ്രസവിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പോകുന്നത്. വൈകുന്നേരം 4:30 മണിക്കാണ് മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. മയ്യത്ത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു മകളുണ്ട്, 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു മകനുണ്ട്. 6ാം ക്ലാസ് പഠിക്കുന്ന മോന് പൊട്ടി കരയാണ്. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയാണ്, ദാറുൽ ഖുർആനിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ അവനോട് ചോദിച്ചു, മോനെ എന്തിനെങ്ങനെ വല്ലാതെ കരയില്ല മോനെ? നമ്മൾ കരഞ്ഞാൽ അതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉമ്മ ഖബറിൽ അനുഭവിക്കേണ്ടി വരും, അതുകൊണ്ട് എൻ്റെ കുട്ടി അങ്ങനെ കരയില്ലെന്ന് പറഞ്ഞു. അപ്പം പറയണേ, സാറേ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ മോനെ അങ്ങനെ? ഇന്നലെ എൻ്റെ മാമൻ എന്നെ വിളിക്കാൻ വേണ്ടി വന്നു ഹോസ്റ്റലിൽ. വാടൻ പറഞ്ഞു ഒരു നിലക്കും വിടൂല, ഇടക്കിടക്ക് എല്ലാ ശനിയും ഞായറും നീ പോകുന്നതാ, അങ്ങനെ വിടാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ മാമൻ പറഞ്ഞു, ഉമ്മ നാളെ പ്രസവിക്കാൻ പോവാണ്, ഉമ്മക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എന്നെ വാടൻ വിട്ടത്. ഇന്നലെ ഞാൻ 7:30 മണിക്ക് വീട്ടിൽ വന്ന് കയറുമ്പോൾ എൻ്റെ ഉമ്മ
ബെഡ്റൂമിൽ കിടക്കുകയാണ്. ഉമ്മൻ്റെ അടുത്ത് ചെന്നിരുന്നു. ഇന്നലെ ഞാൻ കഴിച്ചത് മുതൽ പഠിച്ച കാര്യങ്ങൾ മുതൽ അടി കിട്ടിയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഭക്ഷണം സാധാരണ എനിക്ക് ഉമ്മച്ചി വെച്ചിരലല്ല, ഞങ്ങളെല്ലാവരും പോയി കഴിക്കല. എനിക്ക് വെച്ച് തന്ന് ഞാൻ ഭക്ഷണം കഴിച്ച് എൻ്റെ നെറ്റിയിലൊരു ഉമ്മ തന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. ആ ഇറങ്ങിപ്പോയ ഉമ്മ ജീവനില്ലാതെ തിരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഉസ്താദേ. നമ്മളത് ആലോചിച്ച് നോക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, വമാ തദ്രി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്ത്, എവിടുന്നാ മരിക്കുക നമുക്കാർക്കും അറിയില്ല എന്നുള്ളതുണ്ടല്ലോ. ആ ആയത്ത് ശരിക്കും നമ്മളൊന്ന് ആലോചിക്കണം. അത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഞാനാണ് ആ മരിക്കുന്ന വ്യക്തിയെങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സത്യവിശ്വാസികളോട്. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തേക്ക് വേണ്ടി എന്താ നിങ്ങൾ ചെയ്തു വെച്ച്. ഞാനിപ്പം മരിച്ചാൽ നാളത്തേക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തു വെച്ചത്, നമ്മൾ ഓരോരുത്തരും എന്താ ചെയ്തു വെച്ചത്. ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്ന ഒരു തഫ്സീർ എന്താ അറിയോ, ഉൻദുറു, എല്ലാവരും നോക്കിക്കോ, എല്ലാവരും ശരിക്കും പരിശോധിച്ചോ. എന്ത്? മാദാ ഇത്തഖർതുൽ ലി അൻഫുസികും മിനൽ അഅമാലി സ്വാലിഹ, നിങ്ങൾ എന്താണ് കരുതി വെച്ചിരിക്കുന്ന സൽക്കർമ്മങ്ങൾ, എന്തിനു വേണ്ടി? ലിയൗമി മആദിക്കും, നിങ്ങൾ മടങ്ങുന്ന ദിവസത്തിന് വേണ്ടി. അടുത്ത വാചകം എന്താ അറിയോ, വഅർദിക്കും അലാ റബ്ബിക്കും, നിങ്ങളെ പടച്ചോൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്ത് അമലാണ്, എന്ത് കർമ്മങ്ങളാണ് നിങ്ങളെ ജീവിതത്തിലേക്ക് നിങ്ങൾ ശേഖരിച്ചു വെച്ചത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം, ചിന്തിക്കണം. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ വിശ്വാസം, നമ്മുടെ സുഹൃതങ്ങൾ, നമ്മുടെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, നിങ്ങൾ ഏത് കാര്യങ്ങൾ പരിശോധിച്ചോളി, എത്രത്തോളം പെർഫെക്റ്റ് ആണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഖുർആൻ പറയുന്ന അടുത്തൊരു കാര്യം എന്താ അറിയോ, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സ്വസ്ഥതയും സമാധാനവും സംതൃപ്തിയും കിട്ടണം. ഏത്? ദുനിയാവിൽ മാത്രമല്ല നമുക്ക് സമാധാനവും സംതൃപ്തി ഉണ്ടാകേണ്ടത്, ആഖിറത്തിൽ നമുക്ക് സമാധാനവും സംതൃപ്തി ഉണ്ടാകണം. അതിന് ഖുർആൻ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാകണം, സുഹൃതങ്ങൾ ചെയ്യുന്നവരാകണം, നല്ലത് ചെയ്യുന്നവരാകണം. എന്നിട്ട് ഒരു കാര്യം കൂടെ പഠിപ്പിച്ചു തന്നു, നല്ല ചെയ്താൽ മാത്രം പഠിച്ചോൻ സ്വീകരിക്കില്ല. അതെങ്ങനെ ചെയ്യണമെന്നറിയോ, വഹുവ മുഅ്മിനുൻ, ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഈമാൻ എന്ന് പറയുന്ന തറ വേണം, അതിൻ്റെ മുകളിലാണ് അമലുകൾ എന്ന് പറയുന്ന ചുമരുകൾ പണിയേണ്ടത്. അപ്പോൾ നമ്മുടെ വിശ്വാസം എത്രത്തോളം സുദൃഢമാണ്, ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അള്ളാഹുവിലുള്ള വിശ്വാസം, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്? നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, ദിക്ർ, സ്വതക്ക, ഇതൊക്കെ വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എത്രത്തോളം സത്യസന്ധമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. എങ്കിൽ എന്താ പടച്ചോ നമുക്ക് തരികയെന്നറിയോ, ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തരുന്ന എന്താ അറിയോ, നമുക്ക് പടച്ചോൻ തരിക എന്താണെന്നറിയോ, വലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ, വിശിഷ്ടമായൊരു ജീവിതം, സമാധാനപൂർണമായൊരു ജീവിതം, സംതൃപ്തകരമായൊരു ജീവിതമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ. അപ്പം നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും സമാധാനവും സംതൃപ്തിയും കിട്ടണമെങ്കിൽ ശരിയായ ഈമാനും വേണം, അതേപോലെ തന്നെ ശരിയായ അമലു സാലിഹാത്തും നമുക്കുണ്ടാകണം. നിങ്ങൾ നോക്കൂ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരായത്തോതി നമ്മളെ പഠിപ്പിക്കാൻ. എന്താണ് ആയത്ത്? ഈ ആയത്തും കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ചേർത്ത് പഠിക്കേണ്ട ഒരു ആയത്ത്, സൂറത്ത് മാഇദയിലെ 119 ആയത്ത്. ഈ ആയത്തിൽ എന്താ പറയണമെന്നറിയോ, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞൊരു കാര്യം എന്താ അറിയോ, ഹാദാ യൗമു യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും. പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ പടച്ചോൻ പറയുന്ന ഒരു വാചകം എന്താ അറിയോ, ഹാദാ യൗമു യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും, സത്യസന്ധന്മാരുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന ദിവസമാണ് പരലോകം. എന്നിട്ട് വീണ്ടും പറയാൻ, ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്കാണ് തായ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗമുള്ളത്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറളൂഹൻ,
അള്ളാഹ് അവരെ തൃപ്തിപ്പെട്ടു, അവരല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഖിയാമത്ത് നാളിൽ സത്യസന്ധന്മാർക്ക് മാത്രമേ ഉപകാരപ്പെടുള്ളൂ. മാത്രമല്ല, പുറമോടിക്ക് വേണ്ടി, റിയാഇന് വേണ്ടി, ആളുകളെ കാണിക്കാൻ വേണ്ടി, സമൂഹത്തിൻ്റെ കയ്യടി കിട്ടാൻ വേണ്ടി ആരൊക്കെ എന്തൊക്കെ അമല് ചെയ്താലും അതൊന്നും പടച്ച റബ്ബിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല. നമ്മളും റബ്ബും തമ്മിലുള്ള സത്യസന്ധമായ ബന്ധം സ്ഥാപിക്കാൻ വിവേകമുള്ള പക്വതയുള്ള സമയത്ത് നമുക്ക് സാധിച്ചാൽ അത് നമുക്ക് ഉപകാരപ്പെടും. അല്ലാത്തതൊന്നും നമുക്ക് ഉപകാരപ്പെടില്ല. ഒന്നും നമുക്ക് ഉപകാരപ്പെടില്ല. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം ഉപകാരപ്പെടില്ല, നമ്മൾ കൊടുക്കുന്ന സ്വതക്ക ഉപകാരപ്പെടില്ല, നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മങ്ങളും പടച്ചോന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടില്ല എന്നാണ്. ഇവിടെ നോക്കൂ, സൂറത്ത് ഫത്ഹിലെ 18-ാമത്തെ വചനത്തെ തഫ്സീർ ചെയ്യുന്നിടത്തിൽ പണ്ഡിതന്മാർ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. എന്താ ഹദീസ് എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോവുകയാണ്. എന്തിനാ പോകുന്നതെന്ന് വെച്ചാൽ ഉംറ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഏകദേശം 1500-ൽ പരം വരുന്ന സഹാബിമാരുണ്ട്. അങ്ങനെ മക്കയിലെത്തിയപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ അവരെ തടഞ്ഞു ഉംറ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ സന്ധി സംഭാഷണത്തിന് വേണ്ടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. തിരിച്ചു വരേണ്ട സമയമായിട്ടും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വരുന്നില്ല. ആളുകൾക്കിടയിൽ ഒരു വ്യാപകമായൊരു വാർത്ത പരന്നു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉസ്മാനോട് അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടൂല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ചോദിക്കുകയാണ്, നമ്മൾ വന്നത് ഉംറക്കാണ്, ഒരു യുദ്ധത്തിനല്ല, ഒരു പോരാട്ടത്തിനല്ല, ഒരു പ്രതിരോധത്തിനല്ല. ഈ സന്ദർഭത്തിൽ ആയുധമില്ലാത്ത നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുമോ സഹാബത്തെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ചോദിച്ചു. 1400-ൽ പരം വരുന്ന സഹാബിമാരൊന്നിച്ച് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് പ്രവാചകന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ചങ്കിലി ജീവനുള്ള കാലത്തോട് നിങ്ങളെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. ഞങ്ങളുടെ കൊക്കിൽ ജീവനുള്ള കാലം അത്രയും പ്രവാചകരെ നിങ്ങളെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ലാ യദ്ഖുലുന്നാറ അഹദൻ മിമ്മൻ ബായഅ തഹ്ത അശ്ശജറ. ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് അള്ളാഹിന്റെ റസൂൽ അവിടെ വെച്ചിട്ട് പ്രഖ്യാപിക്കുക, ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ട് അള്ളാഹിന്റെ റസൂലിനോട് സത്യസന്ധമായി ബൈഅത്ത് ചെയ്തവർ ഒരാളും നരകത്ത് പ്രവേശിക്കൂല. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അതെങ്ങനെ കിട്ടിയത്? സത്യസന്ധമായ വിശ്വാസം, സത്യസന്ധമായ അമലുകൾ നമുക്കുണ്ടോ, പടച്ചോൻ്റെ അടുത്ത് നമുക്ക് ദുനിയാവിലും കിട്ടും, ആഖിറത്തിലും നമുക്ക് ഉപകാരം കിട്ടുന്നതാണ്. എന്നിട്ടോ സൂറത്തു ഫത്ഹിലെ 18-ാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്താണ് അവരുടെ പ്രത്യേകത? ഇത് യുബായിഊനക തഹ്ത അശ്ശജറ, മരത്തിന്റെ ചുവട്ടിൽ വെച്ച് അവരെന്ത് ചെയ്തു? അവർ ബൈഅത്ത് ചെയ്തു. എന്നിട്ട് അടുത്ത വാചകം എന്താ അറിയോ? ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുള്ളത് അള്ളാഹ് അറിഞ്ഞു. അവരുടെ ഹൃദയത്തിലുള്ളത് കളങ്കമില്ലാത്ത വിശ്വാസം. അവർക്ക് വേണേൽ മാറിപ്പോകാം, അവർക്ക് വേണേൽ പറയാം, നബിയെ നമ്മൾ യുദ്ധത്തിന് വന്നല്ലോ, ഉംറക്ക് വന്നല്ലേ. ഒഴിവ് കഴിവുകൾ പറഞ്ഞ് പോകാനുള്ള എല്ലാ അവസരങ്ങളും അനുകൂല സാഹചര്യങ്ങളുണ്ട്. എന്നിട്ട് അതൊക്കെ ഉണ്ടായിട്ട് പോലും പ്രവാചകന്റെ കൂടെ അവർ നിന്നു. അതെന്തുകൊണ്ടാ? അചഞ്ചലമായ അവരുടെ വിശ്വാസമാണ്. അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ചരിത്രമുണ്ട്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ മഹാനായ അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണത്. അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹുവിന് ഒരു സഹോദരിയുണ്ട്. അവരുടെ പേര് റുബയ്യ എന്നാണ്. റുബയ്യയുടെ കൈകൊണ്ടൊരിക്കൽ ഒരു പെണ്ണിൻ്റെ കണ്ണ് പൊട്ടിപ്പോയി. ഇസ്ലാമിൻ്റെ നീതി പ്രകാരം കണ്ണിന് കണ്ണ്, കാതിന് കാത്, കാലിന് കാല്, ഇതാണ് നിയമം. അങ്ങനെ റുബയ്യയുടെ കണ്ണ് നഷ്ടപ്പെടുമെന്നൊരവസ്ഥ വന്നപ്പോൾ സഹോദരനായ അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ പറ്റുന്നില്ല. കണ്ണ് നഷ്ടപ്പെട്ട ആ സഹോദരിയുടെ കുടുംബത്തോട് പോയിട്ട് സംസാരിച്ചു. എൻ്റെ സഹോദരിക്കൊന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ, മാപ്പ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു പറഞ്ഞു, ഒരു നിലക്കും പറ്റൂല. അവസാനം അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു എവിടെ പോയി എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, എന്തേലും ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുമോ? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, കിസാസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ പറ്റൂല, ഞാൻ ഇടപെടൂല എന്ന് പറഞ്ഞു. അത് ഇസ്ലാമിൻ്റെ നിയമമാണ്, അതിൽ എനിക്ക് ഇടപെടാൻ പറ്റൂല എന്ന് പറഞ്ഞു. അവസാനം നിരാശനായി നിൽക്കുന്ന അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു, ആ കുടുംബം മുന്നിലുണ്ട്, അള്ളാഹിൻ്റെ റസൂൽ മുന്നിലുണ്ട്.
തൻ്റെ സഹോദരി മുന്നിലുണ്ട്. ഇവരെ മുഴുവനും സാക്ഷി നിർത്തി മഹാനായ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം എന്താ അറിയും? ലാ വല്ലാഹി ബഅസക ബിൽ ഹഖ്, താങ്കളെ ആരാണോ പ്രവാചകനായി ഇവിടെ നിയോഗിച്ചത് ആ റബ്ബ് തന്നെയാണ് സത്യം. ലാ തുഖ്സറു സനിയതുഹ, എനിക്ക് ഉറപ്പാണ് എൻ്റെ സഹോദരിയുടെ പല്ല് പൊട്ടിക്കപ്പെടുകയില്ല. എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ പടച്ചോൻ എന്നെ സഹായിക്കും. ഇത് ശക്തമായി അള്ളാഹുവിൽ ശപഥം ചെയ്തങ്ങോട്ട് പറഞ്ഞപ്പോണ്ടല്ലോ, ആ കുടുംബം വന്നിട്ട് റുബയ്യേൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റുബയ്യ, ഞങ്ങൾ നിനക്ക് മാപ്പ് തരുന്നു, ഞങ്ങൾ നിനക്ക് മാപ്പ് തരുന്നു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന മിൻ ഇബാദില്ല, ഈ അള്ളാന്റെ അടിമകളുടെ കൂട്ടത്തിൽ ചില അടിമകളുണ്ട്, ലൗ അഖ്സമ അലല്ലാഹ്, അവർ അള്ളാനെ പിടിച്ച് എന്തെങ്കിലും ഒരു കാര്യം ശപഥം ചെയ്താൽ ലഅബറഹു, അത് പൂർത്തിയാക്കാൻ അള്ളാഹു സഹായിക്കും, അത് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. കാരണം എന്താ? അചഞ്ചലമായ വിശ്വാസം. എന്നെ എൻ്റെ റബ്ബ് സഹായിക്കുമെന്ന അചഞ്ചലമായ വിശ്വാസം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, നമ്മളൊക്കെ നിസ്കരിക്കലുണ്ട്. നിസ്കാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ? ഒന്ന് സ്വർഗ്ഗാണ്, രണ്ട് തിന്മകളിൽ നിന്ന് നമ്മളെ നമസ്കാരം തടയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു, ഭൗതികമായ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും ഈ നിസ്കരിക്കുന്ന സമയത്ത് പടച്ചോൻ എനിക്ക് ഈ ബെനിഫിറ്റൊക്കെ ഈ നിസ്കാരത്തിലൂടെ കിട്ടാനുള്ളതാണ്, ആ നെയ്യത്തിലാണ് നമ്മൾ നിസ്കരിക്കൽ. ആലോചിച്ചു, നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ, നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ, നമ്മൾ നോമ്പെടുക്കുമ്പോൾ, നമ്മൾ ഹജ്ജ് ചെയ്യുമ്പോൾ, നമ്മൾ ഉംറ ചെയ്യുമ്പോൾ, ഓരോ അമലുകൾ ചെയ്യുമ്പോഴും നമ്മുടെ നെയ്യത്ത് സത്യസന്ധമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പടച്ചോൻ എന്ത് ചെയ്യുക, നമുക്ക് കൂലി തരിക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, വിശ്വാസം നമ്മൾ റെഡിയാക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധ ബാധ്യതയാണ് ദീന് പഠിക്കുക എന്നുള്ളത്. നിർബന്ധ ബാധ്യത. ഫർള് എന്ന് പറഞ്ഞാൽ 2 ഫർളുണ്ട്. ഒന്ന് ഫർള് ഐന്, 2 ഫർള് കിഫായ. ഫർള് ഐന് എന്ന് പറഞ്ഞാൽ 5 നേരത്തെ നിസ്കാരം നമുക്ക് എല്ലാവർക്കും നിർബന്ധമാണ്. അത് എനിക്ക് പകരം ഒരു 100 ആൾ നിസ്കരിച്ചാലും അതിന് പകരാകില്ല. അതാണ് ഫർള് ഐന്. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചിട്ട് നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്താൽ എല്ലാവരും ബാധ്യത നിന്ന് രക്ഷപ്പെട്ടു. ഒരാളും ചെയ്തിട്ടില്ലെങ്കിലോ എല്ലാവരും കുറ്റക്കാരാകും. അതാണ് ഫർള് കിഫായ. എന്നാൽ ദീന് പഠിക്കുക എന്നത് ഫർള് ഐനാണ്. ഓരോരുത്തർക്കും വ്യക്തിപരമായി നിർബന്ധ ബാധ്യതയാണ്. പക്ഷെ എന്താ അറിയോ, ദീന് പഠിക്കുന്ന വിഷയത്തിൽ നമ്മളൊക്കെ അലസന്മാരാകുന്നുണ്ടോ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാനൊരൊറ്റ കാര്യം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ്, എന്താ ഹദീസിലുള്ളതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവസാന കാലം വരുമ്പോൾ അള്ളാഹ് ഖുർആനിനെ ഉയർത്തും. അപ്പൊ സഹാബിമാർ ചോദിച്ചു, നബി അതെപ്പോഴാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ മറുപടി എന്താ അറിയോ? ഹത്താ ലാ യുദ്റ മസ്സല, നമസ്കാരം എന്താണെന്നറിയാത്ത കാലം വന്നാൽ, നോമ്പ് എന്താണെന്നറിയാത്ത കാലം വന്നാൽ. ഇനി അങ്ങോട്ട് പോകുന്നില്ല. തന്നു. എന്തിനാ ഇതൊക്കെ തന്നത്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ള മനുഷ്യന്മാരായി തീരാൻ, അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി അവനോട് നന്ദി കാണിക്കുന്ന മനുഷ്യന്മാരായി തീരാനാണ് ഇതൊക്കെ പടച്ചോൻ തന്നത്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ BP അങ്ങാടിയിൽ ഒരു സഹോദരി പഠിത്താണ് മരിച്ചത്. അവർ ക്യാൻസർ വന്നിട്ട് അവരുടെ അന്നനാളം ചുരുങ്ങിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ വീട്ടിൽ ചെന്ന് അവരെ സന്ദർശിച്ചപ്പോൾ അവരുടെ വാപ്പ അവരുടെ അടുത്തിരുന്ന് പറഞ്ഞിരുന്നു, ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം വയറിലെത്തണമെങ്കിൽ 1.5 മണിക്കൂർ സമയം എടുക്കും. അങ്ങനെ ഒരു മേജർ സർജറി കഴിഞ്ഞു. അവർ പറഞ്ഞു, എൻ്റെ ശബ്ദം പോയാലും ഇതൊന്നും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് ഭക്ഷണം കഴിക്കണം. മേജർ സർജറി കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞിട്ട് പിന്നെന്താ അറിയോ, ശരിക്കും ഈ പെണ്ണിൻ്റെ ഒക്കെ നിബിൻ്റെ ഉള്ളിലൂടെ എന്താണോ ഉള്ളിലേക്ക് എത്തുക അത് മാത്രമേ കുട്ടിക്ക് കിട്ടുന്നുള്ളൂ. 32-33 വയസ്സേ ഉള്ളൂ. അവസാനം ഭക്ഷണം കഴിക്കാതെ ശരീരം ക്ഷയിച്ച് ഏകദേശം 62 കിലോ ഉള്ളൊരു സഹോദരി 22 കിലോയിലേക്ക് അങ്ങോട്ട് ചുരുങ്ങി. പാപ്പ പറയാണ്, എൻ്റെ മോളെ റൂമിക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ ഞാൻ ബോധം കെട്ട് വീണുകൊണ്ട് എൻ്റെ മക്കൾ അങ്ങോട്ട് കയറാൻ എന്നെ സമ്മതിക്കലില്ല. ഇഞ്ചിഞ്ചായി ആ പെൺകുട്ടി മരിച്ചു. നിങ്ങൾ ആലോചിച്ചു, എന്തിനാ പടച്ചോ നമുക്ക് ഇതൊക്കെ തന്നത്? അള്ളാഹ്ക്ക് ശുക്ർ ചെയ്ത് ജീവിക്കാൻ. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ പഠിക്കണ്ടേ? അത് പഠിക്കാനാ ദീന് പഠിക്കണമെന്ന് പറയുന്നത്.
അള്ളാഹ്ക്ക് എങ്ങനെ ശുക്ർ ചെയ്യണം നമ്മൾ പഠിക്കണം. ഇങ്ങോട്ട് നോക്ക്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കുന്ന സമയത്ത് കാലിൽ നീര് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ നിന്ന് ഇങ്ങനെ നീര് വരികയാണ്. അത്ര പഴുത്തിട്ടുണ്ട് പ്രവാചകന്റെ കാല്. എന്നിട്ട് പ്രവാചകൻ നിസ്കരിക്കുന്ന കണ്ടപ്പോൾ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, എന്തിനാ നബിയെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത്? നിങ്ങളെ പാപങ്ങളൊക്കെ പടച്ചോൻ പുറത്തു തന്നല്ലേ, നിങ്ങളുടെ സ്വർഗത്തിൽ. അള്ളാന്റെ റസൂൽ തിരിച്ചു വെച്ചെന്നറിയോ, അഫല അക്കൂനു അബ്ദൻ ഷക്കൂറ, ആയിഷ ഞാനൊരു നന്ദി കാണിക്കുന്ന ഒരു അടിമയാകണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോൾ ഒരു 5 നേരം നിസ്കരിക്കുകയൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ വിചാരിക്കുന്നറിയോ, ഞാനൊന്നും പോയില്ലേ പിന്നെ ആരാ സ്വർഗത്തിൽ പോകുക? നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, പരമാവധി നമ്മൾ പടച്ചോനെ സൂക്ഷിച്ച് സ്വർഗത്തിൻ്റെ ആളായി നരകത്തു നിന്ന് രക്ഷപ്പെടാനുള്ള പണിയൊക്കെ എടുത്ത് ജീവിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകണം. ഇസ്ലാമിൻ്റെ ചരിത്രത പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അറിവ് നേടുക എന്നത് വളരെ പ്രധാനമാണ്. ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഖുൽ നബിയെ പറയണം, ഹലസ്സവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമാണോ? ഒരിക്കലുമല്ല. അറിവുള്ളവൻ അറിഞ്ഞു പ്രവർത്തിക്കും, അറിവില്ലാത്തവനോ അറിവില്ലായ്മ കൊണ്ട് പ്രവർത്തിക്കും. അറിഞ്ഞു പ്രവർത്തിക്കാനാണ്. ഇങ്ങോട്ട് നോക്കൂ, ഏതൊരു ഇബാദത്തും അതിൻ്റെ ആസ്വാദനം കണ്ടെത്താൻ നമുക്ക് കഴിയണമെങ്കിൽ എങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്നറിയോ? അല ബസീറത്തിൻ കാഴ്ചപ്പാടോടുകൂടി, അറിവോടുകൂടി, ഉൾക്കാഴ്ചയോടുകൂടി എന്ത് ചെയ്യണം? ആ ഇബാദത്ത് നമ്മൾ നിർവഹിക്കണം. ഇപ്പം പിന്നെ നോമ്പ്, നിസ്കാരം, ഈ ഇബാദത്തുകളൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ അറിവോടുകൂടി നമ്മൾ നിർവഹിച്ചാൽ അത് ആസ്വദിച്ച് ചെയ്യാൻ നമുക്ക് കഴിയുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഇസ്ലാമിൻ്റെ ചരിത്രം അതാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മൾ നോക്കൂ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പിന്നെ അറിവ് നേടുന്ന വിഷയത്തിൽ, അറിവ് ജീവിതത്തിൽ പകർത്തുന്ന വിഷയത്തിൽ സഹാബത്ത് കാണിച്ച താല്പര്യം എത്ര മനോഹരമാണ്. പിന്നെ ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. ഒരു അറാബി പ്രവാചകന്റെ സന്നിധിയിൽ വന്നിട്ട് പ്രവാചകനിൽ വിശ്വസിച്ചു, പിൻവച്ചു. എന്നിട്ട് പ്രവാചകരോട് പറഞ്ഞു, നബിയെ ഞാൻ നിങ്ങളെപ്പോൾ ഹിജറ പോലെയാണ്. അങ്ങനെ പ്രവാചകന്റെ കൂടെ ഹിജറ പോയി, പ്രവാചകന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്തു. അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുത്തതിന് ശേഷം ഗനീമത്ത് സ്വത്ത് വീതം വെക്കുമ്പോൾ ഈ വ്യക്തിനെ കാണുന്നില്ല, അറാബിനെ കാണുന്നില്ല. അപ്പോൾ ഒരു സ്വഹാബിയുടെ കയ്യിൽ എന്ത് ചെയ്തു? ഈ ഗനീമത്ത് സ്വത്ത് എന്ത് ചെയ്തു? പറഞ്ഞയച്ചു, കൊടുത്തുവിട്ടു. അങ്ങനെ ഗനീമത്ത് സ്വത്ത് കിട്ടിയപ്പോൾ അയാൾ വന്നിട്ട് ആ ഗനീമത്ത് സ്വത്തുമായിട്ട് വന്നിട്ട് പ്രവാചകന്റെ സന്നിധിയിൽ വന്നിട്ട് ചോദിക്കണം, മാഹാദ ഇതെന്താണെന്ന് ചോദിച്ചു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖസംതുഹു ലക, നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്, നിങ്ങൾക്കുള്ള ഗനീമത്ത് സ്വത്തിന്റെ ഒരു ഓഹരിയാണ്, അതാണ് ഞാൻ ഇവിടെ വെച്ചത്. അദ്ദേഹം ചോദിച്ചു, മാ അലാ ഹാദാ ഇത്തബഅതുക, ഈ സമ്മാനം കിട്ടാനാണോ, ഈ ഓഹരി കിട്ടാനാണോ ഞാൻ നിങ്ങളെ പിൻപറ്റിയത്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കാൻ അയാൾ, ഈ ഒരു ഓഹരി കിട്ടാനാണോ ഞാൻ നിങ്ങളെ പിൻപറ്റിയെന്ന് നിങ്ങൾ വിചാരിച്ചത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതായി. എൻ്റെ വീട്ടും അയാൾ പറയാണ്, വലാകിന്നിത്തബഅതുക, ഞാൻ നിങ്ങൾ എന്തിനാ പിൻപറ്റിയെന്നറിയോ? അലാ അൻ ഉർമ ഹഉന വഅശാറ ഇലാ ഹൽഖിഹി ബിസഹമിൻ. അദ്ദേഹം പറയാണ്, ചങ്കിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയാണ്, ശത്രുവിൻ്റെ അമ്പ് വന്ന് ഈ കഴുത്തിലേറ്റ് ഷഹീദാകണം എനിക്ക്, അതിനാ ഞാൻ നിങ്ങളെ പിൻപറ്റിയത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇൻ തസ്ദുഖുല്ലാഹു യുസദ്ദിഖുക, നീ പറയുന്നത് സത്യസന്ധമായിട്ടാണെങ്കിൽ പടച്ചോൻ അത് സത്യപ്പെടുത്തി തരും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ യുദ്ധം തുടങ്ങി. യുദ്ധം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ട ഓരോ മനുഷ്യന്മാരുടെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവരാണ്. അങ്ങനെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവന്നു, കഴുത്തിൽ അമ്പ് തറച്ചൊരു മനുഷ്യനെ. അള്ളാഹുവിൻ്റെ റസൂൽ അത്ഭുതത്തോട് ചോദിച്ചു, അഹുവ അഹുവ, ആ നേരത്തെ പറഞ്ഞ വ്യക്തിയാണോ ഇത്? നേരത്തെ പറഞ്ഞ വ്യക്തിയാണോ അത് എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബിമാരോട്, നബിയെ നിങ്ങളോട് സത്യം ചെയ്ത് പറഞ്ഞൊരു വ്യക്തിയിൽ ആ വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്താണെന്നറിയോ? തൻ്റെ ജുബ്ബ അങ്ങോട്ട് അയച്ചിട്ട് എന്ത് ചെയ്തു? ആ ജുബ്ബയിൽ ആ മനുഷ്യനെ കഫൻ ചെയ്തു എന്നാണ്. അവിടെ നോക്കൂ, അറിഞ്ഞ അറിവ്, നേടിയ അറിവ്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ അവർ കാണിച്ചൊരു ഇഖ്ലാസ്, അവർ കാണിച്ചൊരു ആത്മാർത്ഥത, അതാണ് സഹാബത്തിൻ്റെ ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അവർ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ അവർക്കൊരു മടിയുണ്ടായിരുന്നില്ല. എത്ര ചരിത്രമുണ്ട്! ഹാരിസത്ത് ബിൻ സുറാഖയുടെ ചരിത്രം മനോഹരമാണ്. ബദറിൻ്റെ രണാങ്കണത്തിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? രാത്രി ദാഹിച്ചപ്പോൾ മുസ്ലിങ്ങളുടെ വെള്ളക്കെട്ടിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് വെള്ളം കുടിക്കുകയാണ്. വെള്ളം കുടിക്കാൻ നേരത്ത് ശത്രുവാണെന്ന് തെറ്റിദ്ധരിച്ച് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അമ്പ ചെയ്തു, കഴുത്തിന് കൊട്ടിട്ട് അയാളെ മരിച്ചു. ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു മരിച്ചു.
മദീനയിൽ നിന്ന് ബദർ കഴിഞ്ഞ് വിജയശ്രീലാളിതരായി മദീനയിലേക്ക് സഹാബിമാരൊക്കെ ഒന്നിച്ച് വരികയാണ്. വരുന്ന സമയത്ത് ആരോ ഒരാൾ വന്നിട്ട് ഹാരിസത്ത് ബിൻ സുറാഖയുടെ ഉമ്മൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ മോൻ മരിച്ചിട്ടുണ്ട് ഇന്നലെ. നിങ്ങളെ മോൻ ഇന്നലെ ബദറിൽ മരിച്ചിട്ടുണ്ട്, പക്ഷെ ഷഹീദിന്റെ കൂലി കിട്ടൂല കേട്ടോ. അതോടുകൂടി ഉമ്മ കരയാൻ തുടങ്ങി. ഉമ്മ ഭയങ്കര കരച്ചില്. പ്രവാചകൻ വരുന്നവരെ കാത്തിരുന്നു. പ്രവാചകന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ, എൻ്റെ ഹാരിസക്ക് എന്ത് പറ്റി? അപ്പം നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. അപ്പം ചോദിച്ചു, എൻ്റെ ഹാരിസക്ക് സ്വർഗം കിട്ടൂലെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, നിങ്ങളെ ഹാരിസക്ക് ഒരു സ്വർഗ്ഗമല്ല, നിങ്ങളെ ഹാരിസക്ക് സ്വർഗങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഹാരിസക്ക് സ്വർഗങ്ങളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഇവിടെ നോക്കൂ, വിശ്വാസം, അവരറിഞ്ഞ വിശ്വാസം, അവർ പഠിച്ച വിശ്വാസം, അത് സത്യപ്പെടുത്തുന്നതിൽ അവർ കാണിച്ച ആത്മാർത്ഥത. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം അറിഞ്ഞ് വിശ്വസിച്ചാൽ മാത്രമേ അതിൽ സംശയമില്ലാതിരിക്കുകയുള്ളൂ, സത്യസന്ധത ഉണ്ടാകുകയുള്ളൂ. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് എന്താ അറിയോ? പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ച കാര്യം നമ്മൾ പ്രാക്ടിക്കലായി നമ്മൾ കൊണ്ടുവരണം. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. നമ്മൾ വിശ്വസിക്കണം, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ വേണം. അതിൽ ഏറ്റവും പ്രധാനം എന്താ അറിയോ? രക്ഷിതാക്കളോട്. നമ്മളൊക്കെ രക്ഷിതാക്കളാണ്, നമുക്കൊക്കെ മക്കളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശദീകരിക്കുന്നിടത്തിൽ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? അൽ അബ്നാഉ സിർറു അബീഹിം. മാതാപിതാക്കളുടെ രഹസ്യമാണ് മക്കൾ എന്ന് പറയുന്നത്. നമ്മൾ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ മക്കൾ ഖുർആൻ ഓതും. നമ്മൾ നിസ്കരിച്ചാലേ മക്കൾ നിസ്കരിക്കുള്ളൂ. നമ്മൾ നുണ പറയുന്നുണ്ടെങ്കിൽ മക്കൾ നുണ പറയും. നമ്മൾ വഞ്ചന നടത്തുന്നുണ്ടെങ്കിൽ മക്കൾ വഞ്ചന നടത്തും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു സഹാബ വനിത മോനെങ്ങനെ വിളിക്കുകയാണ്, കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചിട്ട്. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഫീഹി തംറ, കയ്യിൽ കാരക്കുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നറിയോ? നിങ്ങളെ കയ്യിലൊന്നും ഇല്ലാതെയാണ് നിങ്ങളെ മോനെ നിങ്ങളെ വിളിക്കുന്നതെങ്കിൽ അള്ളാഹിൻ്റെ അടുത്ത് നിങ്ങളെ കള്ളത്തീന്ന് രേഖപ്പെടുത്തും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊക്കെ ഒന്ന് ഭക്ഷണം എങ്ങനെങ്കിലും ഒന്ന് കഴിച്ചിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മോനെ ഫോൺ തരാമെന്നറിയും. ഇപ്പോൾ ഫോണാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും, എന്നെ അവിടെ ഒന്ന് കൊണ്ടുപോവുക, അല്ലെങ്കിൽ എനിക്ക് വേറെ ഒന്ന് വാങ്ങിത്തരാമെന്നറിയും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പറയും, അത് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. പച്ച നോണം നമ്മൾ പറയും. ഒരിക്കലും നമ്മൾ അത്തരം സമീപനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതാ പറഞ്ഞത്, അറിഞ്ഞ അറിവുകൾ, പഠിച്ച അറിവുകൾ, അത് ജീവിതത്തിൽ നമ്മൾ പ്രാക്ടിക്കലായി നമ്മൾ കൊണ്ടുവരണം. എല്ലാ കാര്യത്തിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് മാതൃകയാവാൻ നമുക്ക് സാധിക്കണം. അത് ഏറ്റവും പ്രധാനം എന്നറിയോ? ഒരു വീട്, ആ വീട്ടിൽ റഹ്മത്തും ബർക്കത്തും ഉണ്ടാകുക എപ്പാന്നറിയോ? ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. ശരിക്കും നമ്മുടെ ശത്രു ആരാ? നമ്മുടെ ശത്രു ആരാ? ശൈത്താനാണ്. ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന ശൈത്താന അദുവ്വുൻ ലക്കും, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ മുബീൻ. നിങ്ങളുടെ മുഖ്യ ശത്രുവാണ് പിശാച്. പിശാചിന്റെ പണി എന്താ? മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. ഭാര്യനെയും ഭർത്താവിനെയും തെറ്റിക്കുക, മാതാപിതാക്കളെയും മക്കളെയും തെറ്റിക്കുക, കുടുംബം കലക്കുക, നന്മയുടെ മാർഗത്തു നിന്ന് മനുഷ്യന്മാരെ തിന്മയുടെ മാർഗത്തിലേക്ക് കൊണ്ടുപോവുക. ഇതാണ് ശൈത്താന്റെ പണി. ഈ ശൈത്താനെ വീട്ടിൽ നിന്ന് ഇറക്കി ഓടിച്ചാലല്ലാതെ നമ്മുടെ കുടുംബത്തിൽ സംതൃപ്തിയും സമാധാനവും ഉണ്ടാവില്ല. വീട്ടിൽ നിന്ന് ശൈത്താൻ ഓടിക്കാനുള്ള എന്താ പണി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തജഅലു ബുയൂതകും മഖാബിറ. നിങ്ങളുടെ വീടുകൾ ഒരിക്കലും ശ്മശാനങ്ങളാക്കരുത്. ഫഇന്നൽ ബൈത്തല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് യൻഫിറു മിനശ് ശൈത്താൻ, ശൈത്താൻ അവിടുന്ന് ഓടി രക്ഷപ്പെടും. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ വീട്ടിൽ ഖുർആൻ ഓത്തുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ശൈത്താൻ ഇറങ്ങിപ്പോവും. ശൈത്താൻ ഇറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ നമുക്കൊരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല. നമ്മളെ കുടുംബം അവൻ കലക്കാം. ഞാൻ പറഞ്ഞല്ല, ജീവിതത്തിൽ ഇന്ന് വരെ നുണ പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ശൈത്താൻ പറയും, ഇന്നിവിടെ താമസിക്കാൻ സൗകര്യമില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ പിശാച് പറയും, ഇന്നിവിടെ കഴിക്കാനുള്ള ഭക്ഷണമില്ല. എന്നാൽ പല വീടുകളും ശൈത്താൻ ഊണും ഉറക്കവും കൊടുത്ത് അവൻ്റെ സഹായികളാകുന്ന വീടുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, എത്ര ചെറിയ വീടാണെങ്കിലും വീട്ടിൻ്റെ ഉള്ളിൽ പടച്ചോൻ ബർക്കത്ത് തരും. അടുത്തെന്താ അറിയോ? റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങും. മൂന്നാമത്തെ എന്താ അറിയോ? നിങ്ങളുടെ ശത്രുവായ പിശാച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. നാലാമത്തെ എന്താ അറിയോ? വയക്സുറു ഖൈറ. എത്ര നിങ്ങൾ പ്രയാസത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണെങ്കിലും പടച്ചോൻ നിങ്ങളുടെ വീട്ടിൽ ബർക്കത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചു തരും. ഏത് വീടാണെന്നറിയോ? ഈ യുഖറഉ ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന വീട്, നിസ്കാരമുള്ള വീട്, ദിക്റുള്ള വീട്,
സുന്നത്ത് നിസ്കാരമുള്ള വീട്. ഉറപ്പാണ് ആ വീട്ടിൽ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനം ഉണ്ടാകും. പക്ഷെ എന്താ അറിയോ, അത്യാവശ്യം നല്ല വീടാണ്, വീടിൻ്റെ ഉള്ളിൻ്റെ അവസ്ഥ എന്താ അറിയോ, ഖബറിന് സമാനാണ്. ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, സംതൃപ്തിയില്ല. അതിന് അടുത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ കൊടുക്കുന്ന 5 വസിയത്തുണ്ട്. അതിലൊരു വസിയത്ത് എന്താ അറിയോ, വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. പടച്ചോ നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ തൃപ്തിപ്പെടുക, എന്നാൽ ലോകത്തെ ഏറ്റവും സമാധാനമുള്ള മനുഷ്യരായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. വർള എന്ന് പറഞ്ഞ പദത്തിനെ പണ്ഡിതന്മാരെങ്ങനെയാണ് നിർവചിച്ചതെന്നറിയോ, സുക്കൂനുൽ ഖൽബി ഇലഖ്തിയാർ റബ്ബി. അള്ള തെരഞ്ഞെടുത്തതിൽ മനസ്സ് സമാധാനിക്കുക. എൻ്റെ ഭാര്യ, എൻ്റെ പടച്ചോ ഞാൻ ജനിക്കുന്നതിൻ്റെ 50,000 കൊല്ലം മുമ്പ് എൻ്റെ രേഖയിൽ രേഖപ്പെടുത്തിയതാണ്. അതെൻ്റെ വിശ്വാസമാണ്. അത് ഞാൻ എൻ്റെ റബ്ബ് എനിക്ക് തൃപ്തിപ്പെട്ട് തന്നതാണ്. അത് ഞാൻ സ്വീകരിക്കണം, അത് ഞാൻ ഉൾക്കൊള്ളണം. അപ്പോൾ ഭാര്യയെ കുറിച്ച് നമുക്ക് നിരാശ ഉണ്ടാകുമോ? ജോലിയെ കുറിച്ച് നിരാശ ഉണ്ടാകുമോ? മക്കളെ കുറിച്ച് നിരാശ ഉണ്ടാകുമോ? വീടിനെ കുറിച്ച് നിരാശ ഉണ്ടാകുമോ? കരിയറിനെ കുറിച്ച് നിരാശ ഉണ്ടാകുമോ? ഒരു മേഖലയിൽ നമുക്ക് നിരാശ ഉണ്ടാകില്ല. ഖദാ ഖദറിലുള്ള വിശ്വാസം ദൃഢീകരിക്കപ്പെട്ടാൽ. അതില്ലാത്തതിൻ്റെ പേരിലാണ് ജീവിതത്തിൽ എവിടെ നോക്കിയാൽ നമുക്ക് അസ്വസ്ഥതയും പ്രശ്നങ്ങളും മാത്രം. അതാർക്കുണ്ടാകുന്നറിയോ? മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകില്ല. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഈമാൻ ശരിയാകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഖദാ ഖദറിലുള്ള വിശ്വാസം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഭാര്യയും ഭർത്താവും തെറ്റുന്നൊരു പ്രശ്നം ഉണ്ടാകില്ല. കാരണം എന്താ? എൻ്റെ പടച്ചോ എനിക്ക് കണക്ക്. പലപ്പോഴും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാനൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്നറിയോ, ചിലപ്പോൾ നമ്മളൊക്കെ ഒരു സ്വഭാവവും നമ്മളൊക്കെ ഒരു രീതിക്കൊക്കെ യോജിച്ചു പോകാൻ പറ്റിയൊരു പെണ്ണ് തന്നെയാണ് പടച്ചോ എനിക്ക് തന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കലുണ്ട്. എന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിന് വിപരീതമായിട്ടുണ്ടാകും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താ അറിയോ, ഈ ദുനിയാവെന്ന് പറയുന്നത് പരീക്ഷണമാണ്. അവിടെ നന്മ കൊണ്ട് പരീക്ഷിക്കും, തിന്മ കൊണ്ട് പരീക്ഷിക്കും. നന്മ കൊണ്ട് പരീക്ഷിക്കുന്ന സമയത്ത് അവിടെ ശുക്ർ ചെയ്യാനും, തിന്മ കൊണ്ട് പരീക്ഷിക്കുന്ന സമയത്ത് അവിടെ സ്വബർ ക്ഷമിക്കാനുമാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. ഇനി അങ്ങനെ ക്ഷമിച്ചിട്ട് ഒരു നിലക്കും പറ്റണില്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യാനുള്ള അവസരം ഇസ്ലാം കൊടുക്കുന്നുണ്ട്. പെണ്ണിനും സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, ആണിനും സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. പരിശുദ്ധമായ മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. അതും എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അടുത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ മക്കളുടെ വേഷവിധാനം വളരെ പ്രധാനമാണ്, നിസ്കാരം വളരെ പ്രധാനമാണ്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ മക്കള് മദ്രസയിൽ പോയിട്ട് നിസ്കാരം പഠിക്കുന്നു. അത് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കേണ്ടത് എവിടെ നിന്നാണെന്നറിയാം? നമ്മളെ വീട്ടിൽ നിന്നാണ്. നമ്മുടെ മക്കൾ ഖുർആൻ പഠിക്കുന്നു, അത് പ്രാക്ടിക്കലായിട്ട് നടപ്പിൽ വരുത്തേണ്ടത് നമ്മുടെ വീട്ടിലാണ്. അതെന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവർ ഖുർആൻ ഓതിയാൽ അതിൻ്റെ കൂലി അവർക്ക് കിട്ടും. പിന്നെയോ അതിൻ്റെ കൂലി വേറെ ആർക്കാ കിട്ടുക? അത് പഠിപ്പിക്കാൻ കാരണമായി നമുക്ക് കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ മരിച്ചാൽ നമ്മളെ ഖബറിലേക്ക് എന്തൊക്കെയാണ് വരികയെന്നറിയോ? നമ്മളാണ് നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചതെങ്കിൽ, നമ്മളാണ് നമ്മുടെ മക്കൾ നിസ്കരിക്കാൻ കാരണക്കാരെങ്കിൽ, നമ്മളാണ് നമ്മുടെ മക്കൾ ഇസ്ലാമിൻ്റെ വേഷം ധരിക്കാൻ കാരണക്കാരെങ്കിൽ, നമ്മളാണ് നമ്മുടെ മക്കൾ ദിക്ർ ചൊല്ലാൻ കാരണക്കാരെങ്കിൽ, നമ്മളാണ് നമ്മുടെ മക്കൾ ഇസ്ലാമികമായ കൾച്ചർ സ്വീകരിക്കാൻ കാരണക്കാരെങ്കിൽ, അതിൻ്റെ ഒക്കെ കൂലി നമ്മുടെ മക്കൾക്കും കിട്ടും. അതേ കൂലി നമ്മളെ ഖബറിൽ നമുക്കും കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ചു. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു നിയ്യത്ത് മനസ്സിലുണ്ടല്ലോ, പഠിപ്പിക്കാൻ നമുക്കൊരു ആത്മാർത്ഥത ഉണ്ടാകും, പഠിപ്പിക്കുന്നതിലൊരു സത്യസന്ധത ഉണ്ടാകും. അതുകൊണ്ട് ആ കാര്യം എന്ത് ചെയ്യണം, നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. നമ്മളൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ 3 മറ ഉണ്ട്. സൂറത്ത് നൂറിൽ അതാ പറയുന്നുണ്ട്. ഏതാ 3 മറ? 3 സമയങ്ങളിൽ വാപ്പാനോടും ഉമ്മാനോടും ചോദിക്കാതെ റൂമ് കയറാൻ പാടില്ല. 1 മിൻ ഖബിലി സ്വലാത്തിൽ ഫജ്ർ, സുബഹീൻ്റെ മുമ്പ്. 2 വഹീന തളഊന സിയാബക്കും മിനൽ ലഹീറ, വസ്ത്രങ്ങൾ അയച്ചു വെച്ച് വിശ്രമിക്കുന്ന ഉച്ച സമയം. 3 വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ നമസ്കാര ശേഷം. ഈ 3 സമയത്തെക്കുറിച്ചും ഖുർആൻ പറഞ്ഞാൽ അറിയും. സലാസു ഔറാത്തില്ലക്കും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട 3 മറകളാണ്. കുട്ടികൾ കാണരുത്, കുട്ടികൾ കേൾക്കരുത്, കുട്ടികൾ സാക്ഷ്യം വഹിക്കരുത്. പരിപാവനമായ ദാമ്പത്യമാണ് അവിടെ നടക്കുന്നത്. വളരെ ഗൗരവതരമാണ്. എന്നിട്ട് നമ്മളെന്താ ചെയ്തത്? അതൊക്കെ നമ്മൾ സംരക്ഷിച്ചു. കയ്യിൽ എന്ത് ചെയ്തു? സ്വതന്ത്രമായി നമ്മുടെ മൊബൈൽ കൊടുത്തു. വൈഫൈ ഉണ്ട്, സംവിധാനമുണ്ട്, എല്ലാ സംവിധാനങ്ങളും നമ്മുടെ വീട്ടിലുണ്ട്. കുട്ടി എന്ത് കാണുന്നു എന്ന് അന്വേഷിക്കാൻ നമ്മൾ ആരും തയ്യാറാവില്ല. അവർ പലതും കാണുന്നു. 5 വയസ്സുകാരിയായ ഒരു കുട്ടി മരണപ്പെട്ടു. പ്രതി ആരാന്നറിയോ? 10 വയസ്സുകാരൻ. ഞാൻ ചോദിക്കട്ടെ, 10 വയസ്സുകാരൻ എവിടുന്നാണ് പീഡനം പഠിച്ചത്? 10 വയസ്സുകാരൻ എവിടുന്നാണ് പീഡനം പഠിച്ചത്?
ജെയിംസ് പി സ്റ്റെയർ എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രഗത്ഭനായ ഒരു ഗവേഷകൻ പറയുന്ന ഒരു വാചകമുണ്ട്. ഇൻ വൺ സ്റ്റഡി ടീൻസ് അറ്റ് ദർ ടോപ്പ് ടു സോഴ്സ് ഓഫ് സെക്ഷൽ പ്രഷർ, ടെലിവിഷൻ ഷോ ആൻഡ് മ്യൂസിക്. ഇതൊക്കെ നമ്മൾ വാരി പുണരുകയാണ് അല്ലേ. ഡി ജെ പാർട്ടി ഇല്ലെങ്കിൽ സെൻഡ് ഓഫ് ഇല്ല, ഡി ജെ പാർട്ടി ഇല്ലെങ്കിൽ അല്ലേ ആനുവൽ ഡേ ഇല്ല, എല്ലാ പ്രോഗ്രാമിനും ഡി ജെ പാർട്ടി വേണം. എന്നിട്ട് തുള്ളണം അല്ലേ. ഒരു 15 മിനിറ്റ് തുള്ളിക്കഴിഞ്ഞാൽ നമ്മളെ മക്കളൊക്കെ ക്ഷീണിക്കും. അപ്പോൾ ചില ചങ്ങായിമാർ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് രാവിലെ വരെ തുള്ളണോ? ആ, ഞങ്ങൾക്ക് തുള്ളണം. എന്നാൽ ഞാനൊരു സാധനം തരാം. അതെന്താ? MDMA അല്ലേ. ലഹരി മുക്കുന്നത് എവിടെയാ? നമ്മുടെ ടർഫുകളിലാണ്. എപ്പോഴാണ് കളിയോട്? നമ്മളൊക്കെ കളി എപ്പോഴാണ് അവസാനിപ്പിച്ച്? മഗ്‌രിബ് നിസ്കാരം കഴിയും, ബാങ്ക് കൊടുക്കുമ്പോൾ നിർത്തും, പള്ളി പോയിട്ട് നിസ്കരിക്കും. ഇപ്പോഴോ മഗ്‌രിബ് നിസ്കരിക്കുമ്പോഴാണോ തുടങ്ങേണ്ടത്? മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് എപ്പോഴാണ് അവസാനിക്കുന്നത്? പിറ്റേന്ന് രാവിലെ. ഒരു മനുഷ്യന് എത്ര സമയം കളിക്കാൻ പറ്റും? ഒരു 2 കളി, വേണ്ട 3 കളി. രാവിലെ വരെ കളിക്കണം മോനെ. എന്താ വേണ്ടത്? MDMA അല്ലേ. ലോകത്ത് ഏറ്റവും വലിയ ആസ്വാദനം ഏതാ? ലൈംഗിക ആസ്വാദനം. രാവിലെ വരെ നിങ്ങൾക്ക് ആസ്വദിക്കണോ? ഒന്നുമില്ല, ഞാൻ തരുന്ന ഒരു 50 മില്ലിൻ്റെ പാക്കും ഉണ്ടായാൽ മതി. എങ്ങനെ നമ്മളെ തലമുറ നന്നാകുക? അതുകൊണ്ട് നമ്മുടെ മക്കൾ എങ്ങോട്ട് പോകുന്നു, മക്കളുടെ സുഹൃത്തുക്കൾ ആരാണ്, ഇതൊക്കെ ഗൗരവതലത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അപകടം. അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ? ഇതൊക്കെ ശരിയായി കിട്ടണമെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയൊരു സമ്മാനം പടച്ചോ നമുക്ക് തന്നിട്ടുണ്ട്. അതെന്താ അറിയോ? മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന. ഖളാ ഖദറിൽ വരെ മാറ്റം വരുത്താൻ പറ്റിയ ഏറ്റവും പടച്ചോ നമുക്ക് തന്ന സമ്മാനമാണ് പ്രാർത്ഥന. വേറൊന്നിനും മാറ്റം വരുത്താൻ പറ്റൂല. അതെന്തിനാ മാറ്റം വരുത്താൻ പറ്റുള്ളൂ എന്നറിയോ? പ്രാർത്ഥനയ്ക്ക് മാത്രം. അതുകൊണ്ടല്ലേ ഇവിടെ നോക്ക്, ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും ഡോക്ടർമാരായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് ജോലി കയറുന്ന അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം പിടിച്ച അവസാനം പിടിച്ച കൈ ഏതാ? ഉമ്മൻ്റെ കൈയാണ് അല്ലേ. അത് പിടിച്ച്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ, പരീക്ഷയ്ക്ക് നമ്മൾ പോകുമ്പോൾ അവസാനം പിടിച്ച കൈ ഉമ്മൻ്റെ കൈയായിരിക്കും. ഉമ്മൻ്റെ കൈ പിടിക്കുമ്പോൾ അവസാനം നമ്മൾ പറഞ്ഞ വാക്കെന്താ അറിയും? മച്ചേ, പ്രതീക്ഷയൊന്നുമില്ല, ഇതാണ് പ്രാർത്ഥിക്കണം. ആ നിസ്കാരക്കുപ്പായിട്ട കൈ നമ്മളെ നേരെ നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മളോട് പറയുന്നൊരു വാചകമുണ്ട്. എന്താ അറിയോ? എൻ്റെ കുട്ടി പോയിക്കോ, ഞാൻ പ്രാർത്ഥിക്കും. ലോകത്തൊരു മനുഷ്യനും നമ്മളെ മനസ്സിലേക്ക് ഇട്ടുതരാൻ പറ്റാത്ത കോൺഫിഡൻറ്റ്, അതാണ് പ്രിയപ്പെട്ട ഉമ്മ. ഉമ്മമാരെ, നിങ്ങൾ പടച്ചോനോട് നടത്തുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, അത് പടച്ചോൻ തട്ടിക്കളിയൂല. പടച്ചോൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്താ അറിയോ? ഉമ്മ ഉണ്ട് എന്നുള്ളതാണ്. ഉമ്മൻ്റെ ജീവിതം കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ തീർന്നു. അതുകൊണ്ടല്ലേ സഹാബിമാരെ കരഞ്ഞത്, അതുകൊണ്ടല്ലേ താബിഈങ്ങൾ കരഞ്ഞത്. ഉമ്മ മരിച്ചതിൻ്റെ പേരിൽ കരഞ്ഞ കണ്ടപ്പോൾ ചോദിക്കാൻ എന്തിനെങ്ങനെ കരയണത്? ഇപ്പം പറയാണ്, ആകാശത്തുനിന്നൊരു വാതിൽ എനിക്ക് തുറന്നു വെച്ചിരുന്നു, ഉമ്മ പോയോടുകൂടി ആ വാതിലടഞ്ഞു. ഉമ്മ നഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുക വാപ്പാരെക്കാളും കൂടുതൽ ഉമ്മാരാണ്, ഭാര്യമാരാണ്. കാരണം എന്താ അറിയോ? എന്ത് സങ്കടം ഉണ്ടെങ്കിലും ചോദിച്ചറിയ ഉമ്മമാരാണ്. എന്തുണ്ടെങ്കിലും പറയാൻ പറ്റിയ ഒരാൾ അത് ഉമ്മയാണ്. ആൺകുട്ടികളെ കുറച്ചൊക്കെ എന്ത് ചെയ്യും? പുരുഷന്മാരെന്താ വെച്ചാൽ കുറച്ചൊക്കെ ഒന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കും. പക്ഷെ പെൺകുട്ടികൾ എന്താ വെച്ചാൽ കല്യാണം കഴിച്ച വീട്ടിലെ മുഴുവൻ കാര്യങ്ങൾ, A to Z കാര്യങ്ങൾ പറയാൻ പറ്റുന്നൊക്കെ അവരോട് പറയും. അവരങ്ങോട്ട് പോയാൽ അവരുടെ വില അറിയും. എനിക്ക് ഓർമ്മപ്പെടുത്താണെന്ന് വെച്ചാൽ, നമ്മളെ മരണപ്പെട്ട ഉമ്മമാർ നമുക്കുണ്ടാകാം, നമ്മുടെ കൂട്ടത്തിലെ പലരുടെയും മാതാപിതാക്കൾ മരിച്ചിട്ടുണ്ടാകും. നമ്മുടെ നന്മകൾ കൊണ്ട് അവരുടെ ഖബറിൽ വിളിച്ചുണ്ടാകണം. അതേപോലെ തന്നെ നമ്മുടെ മക്കൾ, അവരിൽ നിന്നും നമ്മൾ മരിച്ചാൽ വെളിച്ചം കിട്ടണമെങ്കിൽ അവരങ്ങനെ വളർത്തണം. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും എല്ലാ മേഖലയിലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി ജീവിതത്തെ ക്രമീകരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.